ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങൾ ബൂത്തിലേക്ക്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത. ഇന്നലെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയെയും സംഘത്തെയും ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ ആശങ്ക പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന ബഹുമതി സ്വന്തമാക്കി വിജയവാഡ സ്വദേശിയായ പൈലറ്റ് ഗോപി തോട്ടുകുര. പാരാ അത്ലറ്റിക് ലോക ചാമ്പ്യൻഷിപ്പിൽ 2 മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് ഇന്ന് ബൂത്തുകളിലേക്ക് നീങ്ങുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ 14, മഹാരാഷ്ട്രയിൽ 13, പശ്ചിമബംഗാളിൽ 7, ബീഹാറിലും ഒഡീഷയിലും 5 വീതം, ഝാർഖണ്ഡിൽ 3, ജമ്മുകശ്മീരിലും ലഡാക്കിലും ഓരോ സീറ്റും വീതമാണ് ഇന്ന് ജനവിധി തേടുന്നത്. 94,000-ലധികം പോളിംഗ് സ്റ്റേഷനുകളിലായി 8.95 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരരംഗത്തുള്ളത്. ബിജെപിയുടെ മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, എൻസിയുടെ ഒമർ അബ്ദുള്ള, എൽജെപിയുടെ ചിരാഗ് പാസ്വാൻ എന്നിവരാണ് ഈ ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഒഡീഷ നിയമസഭയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നു. മഹാരാഷ്ട്രയിൽ 5ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പും ഇന്ന് നടക്കുന്നു. 264 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നത് 2,46,00,000 വോട്ടർമാരാണ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് 2ാം ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. 265 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 6ാം തവണയും അധികാരം തേടുന്ന ഒഡീഷ മുഖ്യമന്ത്രിയും ബിജെഡി അധ്യക്ഷനുമായ നവീൻ പട്നായിക്കിന്റെ രാഷ്ട്രീയ വിധിയാണ് വോട്ടർമാർ തീരുമാനിക്കുന്നത്. 77-കാരനായ നവീൻ പട്നായിക് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഗഞ്ചം ജില്ലയിലെ ഹിഞ്ചുലി, ബലംഗീർ ജില്ലയിലെ കാന്തബഞ്ചി. പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷയ്ക്കായി 102 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജിതമായി നടക്കുകയാണ്. 6ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-നും 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നും നടക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും നിരവധി റാലികളെ അഭിസംബോധന ചെയ്തു. ഉത്തർപ്രദേശിൽ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ പ്രയാഗ്രാജ്, ജോൺപൂർ ജില്ലകളിലെ പൊതുറാലികളിൽ സംസാരിച്ചു. അലഹബാദ് മണ്ഡലത്തിൽ നടന്ന സംയുക്ത പൊതുയോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കെടുത്തു. ബീഹാറിൽ ജെഡിയു പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ചു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സൌത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് എന്നിവരും ഇന്ന് പ്രചാരണത്തിനിറങ്ങും. നോർത്ത് ഈസ്റ്റ് ഡൽഹി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാർ ഇന്ന് ജോഹ്രിപൂർ, ഗോകുൽപുരി, സുഭാഷ് മൊഹല്ല എന്നിവിടങ്ങളിൽ വോട്ട് തേടും. വെസ്റ്റ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മഹാബൽ മിശ്ര ഇന്ന് ശങ്കർ ഗാർഡനിലും ഭാരത് വിഹാർ കോളനിയിലും പ്രചാരണം നടത്തും. ഡൽഹിയിലെ 7 സീറ്റുകളിലും ഈ മാസം 25-നാണ് വോട്ടെടുപ്പ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇന്നലെ അപകടത്തിൽപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് അസർബൈജാൻ അതിർത്തിക്ക് സമീപം വിദൂര വനമേഖലയിൽ കോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. തെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന ചെമ്പുഖനികൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് ആയിട്ടില്ല. ഇറാനിയൻ നേതാവിനെ കണ്ടെത്താൻ സഹായിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ഉപഗ്രഹ സഹായത്തോടെയുള്ള ദ്രുത പ്രതികരണ മാപ്പിംഗ് സേവനം സജീവമാക്കി. തെരച്ചിലിനായി ഇറാൻ തുർക്കിയയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം അറിയിച്ച അദ്ദേഹം
പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെത്തും. ഇന്ന് വൈകിട്ട് പട്നയിൽ എത്തുന്ന അദ്ദേഹം പരേതനായ മുതിർന്ന BJP നേതാവ് സുശീൽ കുമാർ മോദിയുടെ പട്നയിലെ രാജേന്ദ്ര നഗറിലെ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലായെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ സുരക്ഷിതരെന്നും ഇന്ത്യൻ എംബസി. എന്നാൽ കിർഗിസ് റിപ്പബ്ലിക് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് തുടരണമെന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ 0555710041 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും എംബസി അറിയിച്ചു. വിദ്യാർത്ഥികൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരണം. ബിഷ്കെക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാഹചര്യം നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് ഈ മാസം 23 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുത്. അതേസമയം കാലവർഷം മാലദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ 2 ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ ഇടയുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴയിൽ 40% കുറവുണ്ടായിരുന്നത് 2 ദിവസത്തെ മഴയിൽ 22% കുറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെയും ഇടുക്കി ഡാമിലെയും ജലനിരപ്പിൽ വർധനവുണ്ടായി. മഴ ശക്തമായതിനെ തുടർന്ന് പാലക്കാട് ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളിയങ്കല്ല് റെഗുലേറ്റർ തുറക്കേണ്ടി വരുമെന്ന് ചമ്രവട്ടം പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഭാരതപ്പുഴയിൽ വെള്ളിയങ്കല്ല് റെഗുലേറ്ററിന് താഴെ വരുന്ന ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതോടെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിയിരുന്ന ഹൈസ്പീഡ് വെസലുകൾ നിർത്തലാക്കി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. മഴ മുന്നറിയിപ്പിനുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് അറിയിച്ചു. കൊല്ലം ജില്ലയിലും എല്ലാ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു. കിണർ കുഴിക്കൽ, മറ്റ് നിർമ്മാണത്തിനുള്ള കുഴിയെടുക്കൽ, മണ്ണെടുപ്പ് എന്നിവ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേനൽ കനത്തു. ഡൽഹിയിലെ നജഫ്ഗഡിൽ ഞായറാഴ്ച ഉയർന്ന താപനില 47.8 ഡിഗ്രി സെൽഷ്യസിലെത്തി. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, UP, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്നാണ് പ്രവചനം. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന വിശേഷണത്തിന് വ്യവസായിയും പൈലറ്റുമായ വിജയവാഡ സ്വദേശി ഗോപി തോട്ടുകുര അർഹനായി. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഓറിജിന്റെ NS-25 ദൌത്യത്തിലൂടെയാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത്. ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ എന്നീ ബഹുമതിയും ഗോപി തോട്ടുകുര സ്വന്തമാക്കി. അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഞായറാഴ്ചയാണ് ബ്ലൂ ഓറിജിൻ ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയത്. ജപ്പാനിലെ കോബയിൽ നടക്കുന്ന 2024 പാരാ അത്ലറ്റിക് ലോക ചാമ്പ്യൻഷിപ്പിലെ അത്ലറ്റിക് വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഷാദ് കുമാർ വെള്ളിയും പ്രീതി പാൽ വെങ്കലവും നേടി. പുരുഷന്മാരുടെ ഹൈജംപ് വിഭാഗത്തിലാണ് നിഷാദ് കുമാർ വെള്ളി മെഡൽ നേടിയത്. വനിതകളുടെ 200 മീറ്റർ വിഭാഗത്തിലാണ് പ്രീതി പാലിന്റെ വെങ്കല നേട്ടം. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഗുവാഹത്തിയിലെ ബർസപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് മാറ്റിയത്. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. നാളെ നടക്കുന്ന 1ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങൾ ബൂത്തിലേക്ക്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത. ഇന്നലെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെയും സംഘത്തെയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ലെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ ആശങ്ക പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന ബഹുമതി സ്വന്തമാക്കി വിജയവാഡ സ്വദേശിയായ പൈലറ്റ് ഗോപി തോട്ടുകുര. പാരാ അത്ലറ്റിക് ലോക ചാമ്പ്യൻഷിപ്പിൽ 2 മെഡൽ സ്വന്തമാക്കി ഇന്ത്യ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.